ഹായ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ സോഷ്യൽ സയൻസിൻ്റെ 7ാം ക്ലാസ്സിലെ ചാപ്റ്ററായിട്ടുള്ള 10ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഭരണഘടന. അപ്പോൾ നമ്മുടെ പൊളിറ്റി അല്ലെങ്കിൽ ഭരണഘടന പഠിക്കുമ്പോൾ നമ്മൾ സോഷ്യൽ സയൻസിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഭരണഘടന. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ഫുള്ളായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് തന്നെ വായിച്ചു നോക്കണം. ഫുൾ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മൊത്തത്തിൽ ഐഡിയ കിട്ടും. കാരണം ഭരണഘടന എന്നുള്ളത് എന്താണ്, നമുക്കൊരു മൊത്തത്തിൽ ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഓർത്ത് വെക്കാനൊക്കെ എളുപ്പമുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ അത്രയും കാര്യങ്ങൾ ഇങ്ങനെ ബൈഹാട്ടാക്കി പഠിക്കേണ്ടി വരും. സോ എന്തായാലും നിങ്ങൾ ഫുള്ളായിട്ട് പഠിച്ചു നോക്കണം. ഇതിൽ നിന്ന് ഒത്തിരി പ്രാവശ്യം മുന്നേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിലെല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് പറയുന്നത്. പിന്നെ ഇത് മാത്രമല്ല, പൊളിറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ ഓരോ പോയിന്റ് എടുക്കുകയാണെങ്കിലും അതിന് അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യാനുണ്ടാവും, പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. സോ അത് ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ എക്സ്ട്രാ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ടോപ്പിക് എടുക്കുമ്പോൾ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എക്സ്ട്രാ കാര്യങ്ങൾ എങ്ങനെയാലും വരും. കാരണം എന്ന് വെച്ചാൽ ഇത് ചെറിയൊരു ഇൻട്രോ മാത്രമാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. പക്ഷേ ഇത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൽ പറയുന്നത് ഒന്നുമില്ല, റിപ്പബ്ലിക് ദിനം ജനുവരി 26 റിപ്പബ്ലിക് ദിനം. 1950 ജനുവരി 26 എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ 1950 ജനുവരി 26 ഇനി അടുത്തത് റിപ്പബ്ലിക് എന്താണെന്നുള്ളത്. ഇപ്പോൾ ഭരണഘടന നിലവിൽ വന്നതോടെ ഇന്ത്യ റിപ്പബ്ലിക്കായി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഈ റിപ്പബ്ലിക് എന്നതുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ്, തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് എന്ത്, റിപ്പബ്ലിക് എന്നുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി എന്താണ്, രാഷ്ട്രത്തലവനായിട്ടുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. അപ്പോൾ രാഷ്ട്രത്തലവൻ, നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത്, രാഷ്ട്രത്തലവൻ എന്ന് പറയുന്ന പ്രസിഡന്റ് ആണ് കേട്ടോ. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ, അത് അടുത്ത സെന്റൻസ് പറയുന്നുണ്ട്. ഇന്ത്യ രാഷ്ട്രത്തലവനായ പ്രസിഡന്റ് എന്താണ്, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കണം എന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുത്ത എന്താണ് ജനപ്രതിനിധികളാണ് എന്ത് ചെയ്യുന്നത്, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ഓർത്തോക്കണേ, ജനപ്രതിനിധികളെ രാഷ്ട്രത്തെ എങ്ങനെയാലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് ഇത് റിപ്പബ്ലിക്. അപ്പോൾ റിപ്പബ്ലിക്കിന്റെ ഡെഫിനിഷനാണ് ആ പറഞ്ഞിരിക്കുന്നത് ശരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യണം, അതൊന്ന് വൃത്തിക്ക് തന്നെ ഒന്ന് ഓർത്തോക്കണം. ഇനി അടുത്തത് ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ. ഓരോന്നും എന്താണ് ഉള്ളിലേക്ക് കടക്കുവാണ് ഓരോന്നായിട്ട്. ഏറ്റവും ബേസിക് ആണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് എന്ത്, ഭരണഘടന. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ എന്ത്, ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണം ഏതാണെന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതെന്താ, ഭരണഘടനയാണ് വരുന്നത്. ഇനി ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്നത് എന്താണ്, ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഏത് രാഷ്ട്രമാണെങ്കിലും ആ രാഷ്ട്രത്തിൽ ഭരണം നടക്കുന്നത് എന്താണ്, ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ. ഭരണഘടന ഉണ്ടെങ്കിൽ കേട്ടോ, ഭരണഘടന ഇല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ എന്തായിരിക്കും, ഭരണഘടന ഇല്ലാത്ത രീതിയിലായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടക്കുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിങ്ങൾക്ക് ഇത്രേ കാര്യങ്ങൾ ഓർത്തുക്കണം. ഒന്നൊരു ആമുഖമുണ്ട്, പ്രിയാമ്പിൾ ആമുഖം, നമുക്കത് വരുന്നുണ്ട് അങ്ങോട്ട്. ഇനി തുടക്കത്തിലാണ് ആദ്യകാലത്ത്, അതായത് വന്ന സമയത്ത് എന്തായിരുന്നു, 395 അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആർട്ടിക്കിൾസ് കൂടുമ്പോൾ എന്ത് ചെയ്യും, അത് കൂടുതലായിട്ട് വരേണ്ടി വരും. അപ്പോൾ തുടക്കത്തിൽ 395 ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതേ ചോദിക്കോ, കാരണം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യില്ല, പിന്നെ ചോദിക്കില്ല. ഇനി പട്ടികകൾ 12 പട്ടികകളാണുള്ളത്. ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് 12 എണ്ണമാണ്. അത് തുടക്കത്തിലും, അതായത് ഭരണഘടന നിലവിൽ വരുന്ന സമയത്തും ഇപ്പോഴും എന്ത് തന്നെയാണ്, 12 ഷെഡ്യൂൾസ് തന്നെയാണ് ഉള്ളത്. ഇനി ഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്സ് 22 ഭാഗങ്ങളാണുള്ളത്. 22 ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് തുടക്കത്തിലാണ്, അതായത് ഇനീഷ്യലാണ് എത്ര, 22 ഭാഗങ്ങൾ. ഇപ്പോൾ എത്ര മാത്രമേ ഉള്ളൂ, എത്ര എണ്ണം കൂടിയിട്ടുണ്ട്, 3 എണ്ണം കൂടി അത് 25 ഭാഗങ്ങൾ അല്ലെങ്കിൽ 25 പാർട്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭേദഗതികളുടെ എണ്ണമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം അടുക്കുമ്പോൾ എത്ര ഭേദഗതി വരുന്നുണ്ടോ അതിനനുസരിച്ച് പഠിക്കണം കേട്ടോ. 106 വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇനി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് പഠിക്കണം. അപ്പോൾ ഇത് തുടക്കത്തിലുണ്ടായിരുന്നതോ ഇപ്പോൾ ഉള്ള പാർട്സ്, ഷെഡ്യൂൾസ് എന്ത് ചെയ്യണം, അനുച്ഛേദങ്ങൾ ഒക്കെ എന്ത് ചെയ്യണം, ഒന്ന് നോക്കിയിട്ട് പോകണം. ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ചെറിയ ചെറിയ എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ഇനി നമുക്കറിയാം ഈ ഒരു ഭരണഘടന ഉണ്ടാക്കിയത് ആരാണ്, ഭരണഘടനാ നിർമ്മാണ സമിതി എന്നുള്ള ഒരു സമിതിയാണ് എന്ത് ചെയ്യുന്നത്, ഭരണഘടന ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സമിതി എത്ര വർഷം എടുത്തു, 2 വർഷവും 11 മാസവും 17 ദിവസമാണ് എന്ത് ചെയ്തത്, ഇന്ത്യൻ ഭരണഘടന രൂപീകരണത്തിനായിട്ട് എടുത്തത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ആ ഒരു ഇയറും മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഞാൻ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയാണ് എന്ത് ചെയ്തത്, ഭരണഘടന നിർമ്മിച്ചത്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം എപ്പോഴാണ് നടന്നത്,
1946 ഡിസംബർ 9-നാണ് എന്ത് ചെയ്തത് ആദ്യ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ആദ്യ സമ്മേളനം നടക്കുമ്പോൾ താൽക്കാലികമായിട്ട് ഒരു അധ്യക്ഷനെ തെരഞ്ഞെടുത്ത ആ അധ്യക്ഷനായിരുന്നു ഇത് സച്ചിദാനന്ദ സിൻഹ. താൽക്കാലിക അധ്യക്ഷനാണ് സച്ചിദാനന്ദ സിൻഹ. തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് എന്ത് ചെയ്തു തെരഞ്ഞെടുക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ രൂപത്തിൽ തന്നെ ചോദിച്ചാലാണ് നിങ്ങൾ ആൻസർ ചെയ്യുക. അത് ആൻസർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ചോദിക്കാറുണ്ട്, ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതാരാണ്? രാജേന്ദ്ര പ്രസാദാണ്. ഇനി താൽക്കാലിക അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ മാത്രമേ എന്തിലേക്ക് പോവാവൂ? സച്ചിദാനന്ദ സിൻഹയിലേക്ക് പോവാവൂ. ഇനി ഭരണഘടനയുടെ കരട് അല്ലെങ്കിൽ തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ തന്നെ ഒത്തിരി എന്തുണ്ടായിരുന്നു? കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഓരോ കാര്യത്തിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഓരോ കമ്മിറ്റികളായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഭരണഘടനയുടെ കരട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ആണ്, എങ്ങനെ ഉണ്ടായിരിക്കണം, അതായത് തുടക്കത്തിൽ പ്രിയാമ്പിൾ വേണം, ഇന്നതൊക്കെ ആയിരിക്കണം അതിൻ്റെ രൂപം വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കരട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആര്? ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹമാണ് എന്തറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഇനി അടുത്തത്, അപ്പോൾ ഈ ഒരു ഡ്രാഫ്റ്റ്, അതായത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് മീറ്റിംഗ് അവർ ചെയ്തത് 1946 ഡിസംബർ 9-നായിരുന്നല്ലേ ഫസ്റ്റ് മീറ്റിംഗ്. അതൊക്കെ ശേഷം 1949 ഏകദേശം നവംബർ 26 ആയപ്പോൾ എന്ത് ചെയ്തു? അവർ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. നിലവിൽ വന്നിട്ടുണ്ടോ? നിലവിൽ വന്നിട്ടില്ല, അംഗീകാരം നൽകിയിട്ടേ ഉള്ളൂ. ആ അംഗീകാരം നൽകിയ ഭരണഘടനയാണ് നവംബർ കഴിഞ്ഞ് പിന്നെന്താ ഡിസംബർ ജനുവരി, അതായത് 1950 ജനുവരി 26 എന്ത് ചെയ്യുന്നത്? അത് നിലവിൽ വരുന്നത്. ആ നിലവിൽ വരുന്ന ദിനമാണ് ഏത്? റിപ്പബ്ലിക് ദിനം. എന്നാൽ ഈ അംഗീകാരം നൽകിയ 1949 ജനുവരി 26 എന്തായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്? ഭരണഘടനാ ദിനം. അപ്പോൾ ഭരണഘടനാ ദിനവും എന്താണ്? റിപ്പബ്ലിക് ദിനവും രണ്ടും വ്യത്യസ്ത ദിനങ്ങളാണെന്നുള്ളത് എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. അപ്പോൾ ഭരണഘടനാ ദിനം നവംബർ 26-ആണ്, റിപ്പബ്ലിക് ദിനം ജനുവരി 26-ആണ്. അപ്പോൾ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് ജനുവരി 26-നാണ്. അപ്പോൾ അന്ന് മുതൽ ഇന്ത്യ എന്തറിയപ്പെട്ടു? ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറി. ഇനി അടുത്ത ഞാൻ പറഞ്ഞു ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്ന് പറയും, ആമുഖം. ആ ആമുഖമാണ് അടുത്ത നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആമുഖം എന്നുള്ളതിൽ നിങ്ങൾ ഈ ആമുഖം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റുകൾ ഞാൻ പറയാം. ഒന്ന്, ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് പഠിക്കണം. ഏത്? പരമാധികാര, അതായത് ഭാരതത്തിലെ ജനങ്ങളായ നാം, അത് പഠിക്കണം കേട്ടോ. അതായത് ഭരണഘടനയുടെ ആമുഖം സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഭാരതത്തിലെ ജനങ്ങളായ നാം എന്നാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് ഭാരതത്തെ ഒരു, ഇവിടുന്ന് അങ്ങോട്ടും പഠിക്കണം, അത് ആ ഓർഡറിൽ തന്നെ പഠിക്കണം. എന്ത്? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യാനും. അപ്പോൾ ആ ഒരു ഭരണഘടനയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. പരമാധികാരം, അതേപോലെ സ്ഥിതി സമത്വം, മതേതരം, അതേപോലെ ജനാധിപത്യം, റിപ്പബ്ലിക്. അപ്പോൾ അത് ആ ഓർഡറിൽ തന്നെ പഠിക്കാൻ വേണം. ആ എത്രയാണോ 5 കാര്യങ്ങളുണ്ട്. 5 കാര്യങ്ങൾ എന്ത് ചെയ്യണം? വൃത്തിക്കായിട്ട് ഓർത്തുക്കണം. കാരണം ഇതൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ് ഈ ഒരു ടേം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ പരമാധികാരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥിതി സമത്വം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? അങ്ങോട്ട് പറയും. ഇനി അടുത്ത് ഇതിൽ ഓർത്തുവെക്കേണ്ട ഒരു സെന്റൻസ് ആണ് ഇത്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാവുകയും എന്നൊക്കെ തുടങ്ങുന്ന ആ ഒരു സെൻസ് ഇല്ലേ, അതിൽ ഈ ഒരു ഡേറ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത്? 1949 നവംബർ 26 ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഡേറ്റ് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നവംബർ 26 അല്ലാതെ ജനുവരി 26 അല്ല. അപ്പോൾ 1949 നവംബർ 26 എന്ത് ചെയ്തത്? അംഗീകാരം കൊടുത്തത്. ആ അംഗീകാരം കൊടുത്ത സമയത്തെ ഡേറ്റ് ആണ് എന്ത് ചെയ്തത്? പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതായത് കാവ്യാത്മകമായ ശൈലിയിൽ ഈ രീതിയിലേക്ക് എഴുതിയത് കേട്ടോ. ഈ ഒരു രീതിയിൽ ഇതിൻ്റെ ഒരു ഭംഗിയിലാക്കിയിട്ട് എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് എന്ത്? ആമുഖം എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ അതിനനുസരിച്ച് തന്നെ പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ സത്യവും ഭരണഘടനയുടെ താക്കോലും എന്ന് പറയപ്പെടുന്നത് ഏത് എന്നൊക്കെ ചോദിക്കാം. കാരണം SCRT ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെന്താണ്? ഭരണഘടനയുടെ ആമുഖമാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ ലക്ഷ്യങ്ങളാണ് നമ്മൾ പഠിച്ച 5 വാക്കുകളില്ലേ, ആ 5 വാക്കുകൾ. ആ 5 വാക്കുകളും എന്താണെന്നുള്ളതാണ് ഓരോന്നായിട്ട് പറയുന്നത്. അതിൽ ആദ്യത്തെ എന്ത്? പരമാധികാരം. അപ്പോൾ പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ് എന്ത്? പരമാധികാരം.
അതായത് വേറൊരു രാജ്യവും എന്ത് ചെയ്യേണ്ട, രാജ്യത്തിൻ്റെ അഭിപ്രായങ്ങളും കേൾക്കേണ്ട ആവശ്യമില്ല. അഭിപ്രായങ്ങൾ കേൾക്കാം, പക്ഷേ അവരൊരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ തന്നെ എന്ത് കാര്യമാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നതാണെങ്കിലും രാജ്യത്തിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ ഫുൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ആർക്ക് തന്നെയാണ്? ഇന്ത്യൻ ഭരിക്കുന്നവർക്കും അത് പാർലമെന്റിൽ ജനങ്ങൾക്കും ആണെന്നുള്ളതാണ് പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്ഥിതി സമത്വം. സ്ഥിതി സമത്വം എന്ന് വെച്ചാൽ എന്താ? സമൂഹത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുക എന്നതാണ് എന്ത് സ്ഥിതി സമത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സാമ്പത്തികമായിട്ടും അതേപോലെ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടുള്ള ഒക്കെ എന്തായിരിക്കും അനീതികൾ ഉണ്ടാവും അല്ലെ. ഒരു തട്ട് താഴ്ന്നു ഒരു തട്ട് ഉയർന്നിരിക്കുന്ന കേസ് വരും. അപ്പോൾ അതൊക്കെ എന്താണ്, അതൊക്കെ കുറച്ച് കൊണ്ടുവന്ന് ആ സ്ഥിതി സമത്വം കൊണ്ടുവരിക എന്നുള്ളതാണ് സ്ഥിതി സമത്വത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് അടുത്ത വരുന്നത്? മതേതരത്വം. മതേതരത്വം എന്താണ്? ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശമാണ് എന്ത്? മതേതരത്വം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് എന്ത്? രാഷ്ട്രം ഒരു മതത്തോട് വിവേചനം കാണിക്കുന്നില്ല, രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. അപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചിലപ്പോൾ ചോദിക്കാം. രാഷ്ട്രം എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ മതങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിലൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ആ ഒരു സെൻറ്റൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ ഒരു മതത്തോട് വിവേചനം കാണിക്കുന്നില്ല എന്ത്? രാഷ്ട്രം. എന്നാൽ രാഷ്ട്രത്തിന് ഔദ്യോഗികമായിട്ട് മതമുണ്ടോ? ഔദ്യോഗികമായിട്ട് മതമില്ല. അപ്പോൾ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശമാണ് മതേതരത്വം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ജനാധിപത്യം. ജനാധിപത്യം എന്താ? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഭരണം നടക്കുന്നത്. അതായത് ജനങ്ങൾ നമ്മളിപ്പോൾ എം എൽ എമാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭകളിലേക്ക് പോയിട്ട് നിയമങ്ങൾ പാസ്സാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ് എന്ത് ചെയ്യുന്നത്? ഭരണം നടത്തുന്നത്. അതാണ് ജനാധിപത്യം. ഇനി ലാസ്റ്റിലത്തെ റിപ്പബ്ലിക് നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞതാണ്. റിപ്പബ്ലിക് എന്താണ്? രാഷ്ട്രത്തലവനെ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നതാണ് എന്ത്? റിപ്പബ്ലിക്. അതായത് തെരഞ്ഞെടുത്ത ഒരു രാഷ്ട്രത്തലവനുള്ള സംവിധാനമാണ് എന്ത്? റിപ്പബ്ലിക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങളും എന്ത് ചെയ്യണം? നന്നായിട്ട് തന്നെ പഠിക്കണം. ഭരണഘടനയുടെ ആമുഖ ലക്ഷ്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. സവിശേഷതകൾ പെടാത്തത് എന്ന രീതിയിൽ ചോദിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഏതൊക്കെയാണെന്നുള്ളതും കൂടി എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. അത് എന്താണെന്ന് കൂടിയിട്ട് മനസ്സിലാക്കണം. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒന്നാമത്തെ കാണാം പാർലമെന്ററി ഭരണ സമ്പ്രദായം. എന്താണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്നും മനസ്സിലാക്കി വെക്കണം. പിന്നെന്താണ്? മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ. അടുത്തത് നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ പെട്ടതാണ്. കുറച്ച് ചുരുക്കം ചിലതാണ്. അപ്പോൾ ഈ ഒരു 8 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട 8 ഈ തന്നിരിക്കുന്നതൊക്കെ. അപ്പോൾ അതെന്ത് ചെയ്യുക? അത് അതേപോലെ തന്നെ എന്ത് ചെയ്യണം? നന്നായിട്ട് തന്നെ പഠിക്കണം. ഓരോന്നും എന്താണെന്നുള്ളത് മനസ്സിലാക്കുക വേണം. ഒന്നാമത്തതാണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം. എന്തായിരിക്കും പാർലമെന്ററി ഭരണ സംവിധാനം? അതായത് രാജ്യഭരണത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ ഭരണത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ എന്ത് ചെയ്യും? തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. പ്രായപൂർത്തിയായ 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും എന്ത് ചെയ്യുക? വോട്ട് ചെയ്യാം എന്നുള്ള കേസിലൂടെ അവർക്ക് എന്ത് ചെയ്യുക? ജനങ്ങൾക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാം. ഇങ്ങനെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്നിട്ട് ഒരു സഭയാവും. അതാണ് ജനപ്രതിനിധി സഭ. നമ്മുടെ നിയമസഭയിലൊക്കെ വരുന്നത് ഇവരാണ്. ഈ പ്രതിനിധി സഭ പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പാർലമെന്റ് എന്ന പേരിലാണ് ഈ നിയമസഭ ഈ പ്രതിനിധി സഭ അറിയപ്പെടുന്നത്. ഇനി ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് എന്ത്? പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത്. പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്താണ്? അതായത് പാർലമെന്റ് വഴി ഭരണം നടത്തുന്നതാണ്. എന്തായി പാർലമെന്റ് എന്ന് വെച്ചാൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രതിനിധി സഭയാണ് പാർലമെന്റ്. ഓക്കെ, ഇനി നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. ഇമ്പോർട്ടൻ്റ് ആണ്. നിയമങ്ങൾ നിർമ്മിക്കുക. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അതാത് സമയങ്ങളിൽ ഏറ്റവും ആവശ്യകരമായിട്ടുള്ള നിയമങ്ങൾ ഏതാണോ ആ നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ പാർലമെന്റിന്റെ ചുമതല. ഇനി ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളും എന്തുണ്ട്? തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സഭകളുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ പാർലമെന്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായ എന്തുണ്ട്? പ്രതിനിധി സഭകളുണ്ട്. ഇപ്പോൾ കേരള നിയമസഭ കേരളത്തിലെ പ്രതിനിധി സഭയാണ്. ഇനി കേന്ദ്രത്തിൽ പാർലമെന്റ് പോലെ സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്? സംസ്ഥാന നിയമസഭകൾ ഉണ്ട്. അപ്പോൾ ആ പോയിന്റ് എന്ത് ചെയ്യുക? ഒന്നോർത്ത് നോക്കുക. ഇനി അടുത്തത് ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് എന്ത്? പ്രസിഡൻഷ്യൽ സമ്പ്രദായം. ജനങ്ങൾ നേരിട്ടിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുക. അതായത് ജനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വോട്ട് ചെയ്തിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് എന്ത്? പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ അത് വരുന്ന 2 എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. അമേരിക്കൻ ഐക്യനാടുക, അമേരിക്കയും ഫ്രാൻസും പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കണേ. പ്രസിഡൻഷ്യൽ സമ്പ്രദായം നമുക്ക് എല്ലാവരും തന്നെ വരാണ്ട്. +1 ഒക്കെ എത്തുമ്പോൾ ഹയർ സെക്കൻഡറി പാഠപുസ്തകം എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ നന്നായിട്ട് തന്നെ പറയുന്നുണ്ട് പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്താണ്, അർദ്ധ പ്രസിഡൻഷ്യൽ എന്താണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അടുത്തത് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്.
ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേക സവിശേഷതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്. എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉള്ളത്. 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാ? 1 സമത്വത്തിനുള്ള അവകാശം, രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരെയുള്ള അവകാശം, 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, 6 ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അപ്പോൾ ഇങ്ങനെ 6 എണ്ണമാണ് ഉള്ളത്. 6 എണ്ണം എന്ത് ചെയ്യണം? നന്നായിട്ട് തന്നെ പഠിക്കണം. ഇതിൽ 6 എണ്ണത്തിൽ 7 എണ്ണം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 എണ്ണം ഉണ്ടായിരുന്നു. അതിലൊന്നായിട്ടുള്ള സ്വത്തവകാശം എന്ത് ചെയ്തു? പിന്നെ എടുത്തു കളഞ്ഞു. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് എടുത്തു കളഞ്ഞു. മൗലികാവകാശം അല്ല ഇപ്പോൾ സ്വത്തവകാശം, അത് നിയമാവകാശം മാത്രമാണ്. അപ്പോൾ മൗലികാവകാശങ്ങളിൽ നിന്ന് 7 എണ്ണത്തിൽ നിന്ന് സ്വത്തവകാശം എടുത്തു കളഞ്ഞത് കൊണ്ട് ഇപ്പോൾ 6 മൗലികാവകാശങ്ങളാണുള്ളത്. 6ഉം പഠിക്കണം. ഇതിൻ്റെ ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കണം. അതൊക്കെ നമുക്ക് പിന്നെ അങ്ങോട്ട് വരും. അപ്പോൾ ഇതിൽ എന്താണ് മൗലികാവകാശങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണിത് മൗലിക അവകാശങ്ങൾ. ഓക്കെ, ഓർത്തോക്കണേ. ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണിത് മൗലിക അവകാശങ്ങൾ. ഇനി അടുത്തത്, മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു വ്യക്തിക്ക് അല്ല ഒരു പൗരൻ എന്ത് ചെയ്യുക? ഹൈക്കോടതിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ സമീപിക്കാം. ഏതെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന 6 മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ടാൽ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയോ എന്ത് ചെയ്യുക? സമീപിക്കാൻ ഒരു പൗരന് അവകാശമുണ്ട്. ഇനി അടുത്തത് ഇതിലുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു പോയിന്റ് പറയാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്താണ്? ഒരു മൗലികാവകാശങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്ത് ചെയ്യുന്നത്? ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. 21A ഒക്കെ എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താണ്. 21A ആണ് എന്ത്? ഭരണഘടനയിൽ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായ വിദ്യാഭ്യാസം നൽകുന്നത്. സൗജന്യമായിരിക്കണം, നിർബന്ധിതമായിരിക്കണം. സോ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ചിത്രം കാണാം. അത് സർവശിക്ഷാ അഭിയാൻ്റെ ഒരു ലോഗോ ആണ്. സർവശിക്ഷാ അഭിയാൻ്റെ ആ ലോഗോയുടെ താഴെയുള്ള ഈ ഒരു എന്താണ് ആ ഒരു കോട്ട് നിങ്ങൾ പഠിക്കണം. സർവരും പഠിക്കുക, സർവരും വളരുക. ഏതിൻ്റെ ആപ്തവാക്യാണെന്ന് ചോദിക്കാറുണ്ട്. മുന്നൊരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ? സർവശിക്ഷാ അഭിയാൻ്റെ ആണ് സർവരും പഠിക്കുക, സർവരും വളരുക എന്നുള്ളത് സർവശിക്ഷാ അഭിയാൻ്റെ SSA സർവശിക്ഷാ അഭിയാൻ്റെ എന്താണ് ആപ്തവാക്യമാണ്. അത് ഒന്നോർത്ത്. ഇപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇതിൽ പറയുന്നുള്ളൂ. നമുക്ക് ഇത്രയും നല്ല പഠിക്കാനുള്ളത്. ഒത്തിരി കാര്യങ്ങൾ വരും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. ഇനി രണ്ടാമത്തത് അടുത്തതാണ് ഇത് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. എന്താണ് മൗലിക കർത്തവ്യങ്ങൾ? ഓരോ പൗരനും ഉറപ്പായും നിറവേറ്റേണ്ട കർത്തവ്യങ്ങളാണ് ഇത് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതായത് ഓരോരുത്തരും നിറവേറ്റേണ്ട കർത്തവ്യങ്ങൾ. ഇനി അതിൽ ഏതൊക്കെ വരാം? ഇപ്പോൾ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ആദരിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക, ഇങ്ങനെ തുടങ്ങുന്ന 11 മൗലിക കർത്തവ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് മൗലിക കർത്തവ്യങ്ങൾ എന്ന ടോപ്പിക് എടുക്കുമ്പോൾ അത് പറയണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം? ഇതൊന്ന് നന്നായിട്ട് തന്നെ നോക്കുക. അടുത്തത് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയും. ചുരുക്കത്തിൽ അതിനെ DPSP എന്നാണ് വിളിക്കുക. DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നിർദ്ദേശക തത്വങ്ങൾ. ആ പേരിൽ തന്നെ ഉണ്ട്, നിർദ്ദേശിക്കുവാണ്. ആരോട് നിർദ്ദേശിക്കുന്ന ആളാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്. സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായിട്ട് നമ്മുടെ ഭരണഘടനയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഏതൊക്കെയായിരിക്കും? ഇപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് എന്ത് ചെയ്യുക? തുല്യ വേതനം നൽകുക, രാജ്യത്തുള്ള വനങ്ങളും വന്യജീവികളെയും സംരക്ഷിക്കുക, അങ്ങനെ തുടങ്ങുന്ന കുറേ തത്വങ്ങൾ. ഓക്കെ, അതാണ് എന്ത് എന്ന് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രം ഒരു നിയമം പാസ്സാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതൊന്നും കൂടി പരിഗണിക്കണം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കും നിർദ്ദേശക തത്വങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? പിന്തുടരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെന്റ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാണ് ശ്രമിക്കുന്നത്. അപ്പം ഈ നിയമനിർമ്മാണം, അതായത് നിയമങ്ങൾ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതും കൂടി എന്ത് ചെയ്യണം? ആ നിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് വിലക്കെടുത്തിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? നിയമങ്ങൾ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ എന്ത് ചെയ്യുക? കോടതിയെ സമീപിച്ചിട്ട് പരിഹാരം തേടാം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫണ്ടമെന്റൽ റൈറ്റ് ഏതെങ്കിലും നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ആയിട്ട് കോടതിയെ പോവാം. എന്നാൽ ഈ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് കോടതിയെ സമീപിക്കാനാവില്ല. ഇപ്പോൾ ഗവൺമെന്റിനെയും ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്?
ഇവ നടപ്പാക്കുന്നത്. അപ്പോൾ ചില കേസുകളിൽ ഉണ്ടാവും ചിലതൊക്കെ നിയമങ്ങളാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, ജനങ്ങളുടെ പ്രതിഷേധം കാരണം അതിലെ പല വ്യവസ്ഥകളും മാറ്റാനും ചിലത് റദ്ദാക്കാനൊക്കെ കാരണമാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വഴി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അല്ലാതെ നമുക്കത് നിർദ്ദേശ തത്വങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഹനിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതിയിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അത് പ്രത്യേക ഓർത്ത് കണ്ട ഒരു പോയിന്റാണ്. ഫണ്ടമെന്റൽ റൈറ്റും നിർദ്ദേശ തത്വവും തമ്മിൽ എന്ത് ചെയ്യാറുണ്ട്, കമ്പയർ ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. അടുത്തത് നിയമവാഴ്ച. നിയമവാഴ്ച എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോ കേട്ടോ. റൂൾ ഓഫ് ലോ എന്ന് പറയും ഇംഗ്ലീഷിൽ. റൂൾ ഓഫ് ലോ എന്ന് വെച്ചാൽ എന്താ, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നതാണ് നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല, എല്ലാവരും നിയമത്തിന് വിധേയരാണ്. അപ്പോൾ അതായത് ഭരിക്കുന്നവരും ജനങ്ങളും എല്ലാവരും നിയമത്തിന് വിധേയരാണ്. എന്നാൽ ഒരു രാജ്യഭരണത്തിൽ അതായിരിക്കുമോ? രാജ്യഭരണത്തിലൊന്നും അതല്ല വരുന്നത്, അല്ലെ. ജനങ്ങൾക്ക് മാത്രമേ നിയമങ്ങളുണ്ട്, നിയമവാഴ്ചയിൽ വരുന്ന നിയമങ്ങളിൽ അവരെ എന്ത് ചെയ്യാൻ പറ്റൂ, ഉൾപ്പെടുത്താൻ പറ്റൂ. അതായത് രാജാവോ അവരുടെ അതുവരുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ എന്ത് ചെയ്യില്ല, അവർക്കൊന്നും നിയമം ബാധകമാവാത്ത കേസ് വരും. പക്ഷേ നിയമവാഴ്ച ജനാധിപത്യ രാജ്യത്ത്, ജനാധിപത്യ സംവിധാനത്തിൽ ആരും നിയമത്തിന് അതീതരല്ല, എല്ലാവരും നിയമത്തിന് വിധേയരാണ്. ഇനി അടുത്തത്, നിയമവാഴ്ച അതിൻ്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നത് ഏത് ഭരണഘടനയുടെ അടിസ്ഥാനമാക്കിയിട്ടാണ്? ബ്രിട്ടീഷ് ഭരണഘടനയുടെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കേട്ടോ. അപ്പം നിയമവാഴ്ച എന്നുള്ള കൺസെപ്റ്റ് ശരിക്കും അത് രൂപപ്പെട്ടു വരുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഇനി അടുത്ത പോയിന്റാണ്, ഇതൊക്കെ ഓരോ സവിശേഷതകളാണ്. അടുത്ത സവിശേഷത എന്താ? സംയുക്ത ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം എന്ന് പറയും. ഫെഡറൽ സിസ്റ്റം എന്താ? സംയുക്ത ഭരണം. അതും ആ പേരിൽ തന്നെ ഉണ്ട്. സംയുക്തം എന്ന് പറയുന്നത് എന്താണ്? കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണ രീതിയാണ് ഇത്, ഈ സംയുക്ത ഭരണ വ്യവസ്ഥ എന്ന് വെച്ചാൽ. അതാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഇന്ത്യയിൽ ഒരു കേന്ദ്ര ഭരണമുണ്ട്, കേന്ദ്ര ഭരണം വേറെ തന്നെയാണ്. പിന്നെന്താണ്? സംസ്ഥാനങ്ങൾക്ക് ഭരണമുണ്ട്, പ്രാദേശിക ഗവൺമെന്റുകൾ വേറെ തന്നെ. ഓക്കെ, അങ്ങനെ ഭരണം പങ്കിട്ടുന്ന രീതിയാണ് ഈ സംയുക്ത ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. സംയുക്ത വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഏകായത്ത ഭരണ വ്യവസ്ഥ അല്ലെങ്കിൽ യൂണിറ്ററി സിസ്റ്റം. ഓക്കെ, അത് ഓർത്ത് വെക്കണേ. ഫെഡറൽ സിസ്റ്റത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ യൂണിറ്ററി സിസ്റ്റം, ഏകായത്ത ഭരണ വ്യവസ്ഥ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ളത് ഏതാണ്? ഫെഡറൽ സിസ്റ്റം ആണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ഇനി അടുത്ത ഫീച്ചറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടുത്തൊരു സവിശേഷതയാണ് എഴുതപ്പെട്ട ഭരണഘടന അല്ലെങ്കിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയുടെ. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ആർക്കുള്ളത്? ഇന്ത്യക്കുള്ളത്. അപ്പോൾ എഴുതപ്പെട്ട ഭരണഘടന എന്നതിന് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്നേ എന്ത് ചെയ്യുന്നുള്ളൂ, അർത്ഥമുള്ളൂ. അപ്പോൾ എഴുതപ്പെടാത്ത ഭരണഘടനയുണ്ട്, അതേപോലെ എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്. അപ്പോൾ എഴുതപ്പെടാത്ത ഭരണഘടന എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? അത് ഒരു പുസ്തക രൂപത്തിലാക്കിയിട്ടില്ല, പക്ഷെ അതിൻ്റെതായ ചട്ടങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, നിലവിലുണ്ടാവും. അതിൻ്റെ മുമ്പ് വന്ന വിധികളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, അവിടെ അടുത്ത വിധികളൊക്കെ വരിക. അപ്പോൾ ഭരണഘടനയുടെ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ മുന്നേ ഉള്ളത് നോക്കിയിട്ടായിരിക്കും, പക്ഷെ അവിടെ എന്തായിട്ടുണ്ടാവില്ല, പുസ്തക രൂപത്തിൽ അച്ചടിച്ചിട്ട് വന്നിട്ടുണ്ടാവില്ല ആ ഒരു ഭരണഘടന. പക്ഷെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന എന്തായിട്ടുണ്ട്, ബുക്കായിട്ട് ഇറക്കിയിട്ടുണ്ട്, എഴുതപ്പെട്ട ഭരണഘടനയാണ്. അപ്പോൾ ഇവിടെ ഒരു ലിസ്റ്റ് കാണാൻ നിങ്ങൾക്ക് എഴുതപ്പെട്ട ഭരണഘടനയും അതേപോലെ എഴുതപ്പെടാത്ത ഭരണഘടനയും രണ്ട് ലിസ്റ്റുകൾ. എഴുതപ്പെട്ട ഭരണഘടനയിൽ വരുന്നതാണ് ഏത്? ഇന്ത്യ, അതേപോലെ അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ഇതൊക്കെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള രാജ്യങ്ങളാണ്. ഇനി എഴുതപ്പെടാത്ത ഭരണഘടന വരുന്നതാണ് ഏത്? ഒന്ന് ബ്രിട്ടൻ, പിന്നെന്താണ് ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്. അപ്പോൾ ഇതൊക്കെ എഴുതപ്പെടാത്ത ഭരണഘടനയിൽ വരുന്ന ചിലതാണ്. ഇനി അടുത്ത ഫീച്ചർ, ഇന്ത്യൻ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു സവിശേഷതയാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ഭരണകൂടത്തിന്റെ മറ്റ് രണ്ട് സംവിധാനങ്ങളെ പറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞല്ലോ. നിയമം നിർമ്മിക്കുന്ന ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭ. പിന്നെ വേറെ ഒന്നുകൂടി ഉണ്ടെന്നാണ് എക്സിക്യൂട്ടീവ്. അതായത് ഈ നിയമങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് ചെയ്യണം, ആരെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം, പ്രാബല്യത്തിൽ കൊണ്ടുവരണ്ടേ. കാര്യനിർവഹണ വിഭാഗം വരുന്നത്. കാര്യനിർവഹണ വിഭാഗം അതായത് PSC വഴി ജോലിയിലേക്കൊക്കെ കയറുമ്പോൾ ഈ നിയമങ്ങളൊക്കെ കാര്യത്തിലേക്ക് കൊണ്ടുവരുന്ന ആരായിരിക്കും? ഈ എക്സിക്യൂട്ടീവ്സും ആയിരിക്കും. ഇനി ഇതല്ലാത്ത മൂന്നാമത്തെ ഒരു വിഭാഗമാണ് ഏത്? നീതിന്യായ വ്യവസ്ഥ അല്ലെങ്കിൽ ജുഡീഷ്യറി എന്നുള്ളത്. അപ്പോൾ ഈ ജുഡീഷ്യറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. മറ്റ് രണ്ട് ഭരണ വിഭാഗങ്ങളായിട്ടുള്ള ഈ നിയമനിർമ്മാണ സഭയെ കാര്യനിർമ്മാണ വിഭാഗത്തിൻ്റെയും സ്വാധീനത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ നീതിന്യായ വിഭാഗം സ്വതന്ത്രമാണ്. അതായത് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ തന്നെ സ്വതന്ത്രമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. മറ്റേ രണ്ടെണ്ണത്തിനെ എന്ത് ചെയ്യുന്നില്ല, ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല.
അപ്പോൾ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു അധികാര ശ്രേണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് പഠിക്കണം. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് കോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏതാ? സുപ്രീം കോർട്ടാണ്. അതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് ഹൈക്കോടതി. ഹൈക്കോടതി സംസ്ഥാനങ്ങൾ, ചിലതൊക്കെ 1-2 സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരു ഹൈക്കോടതി എന്നുള്ള നിലയിലാണുള്ളത്. പിന്നെന്താണ്? ജില്ലാ കോടതി, അതിൻ്റെ തൊട്ട് താഴെയുള്ള. അതിൻ്റെ താഴെയുള്ളതാണ് സബ് കോടതി. പിന്നെ അതിൽ വരുന്നതാണ് ഏത്? മുൻസിഫ് കോടതിയും അതേപോലെ മജിസ്ട്രേറ്റ് കോടതികളും. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത നീതിപീഠം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇതാണ് സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത. ഇനി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണെന്ന് ചോദിച്ചാലോ ഹൈക്കോടതിയാണ്. ഇനി സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണെന്ന് ചോദിച്ചാലോ സിവിൽ കേസുകൾ മുൻസിഫ് കോടതിയാണ്. ഇവിടെ പറഞ്ഞിട്ടേ ആ സിവിൽ എന്നുള്ളതും മുൻസിഫ് എന്നുള്ളതും അവിടെ നിങ്ങൾക്ക് ഒരു ടോൺ കാണാം. അപ്പോൾ മുൻസിഫ് കോടതികളാണ് സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട താഴ്ന്ന കോടതി എന്ന് പറയുന്നത് ഏതാണ്? മജിസ്ട്രേറ്റ് കോടതിയാണ് ക്രിമിനൽ കേസുകളായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും താഴ്ന്ന കോടതി. ഇനി അടുത്തത് ഭരണഘടനാ ഭേദഗതി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്. അപ്പോൾ എന്തായി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ്, ഭരണഘടനാ ഭേദഗതി എന്ന് വെച്ചാൽ അത് പേരിൽ തന്നെ ഉണ്ടതാ, ഭരണഘടന നമുക്ക് ഭേദഗതി ചെയ്യാം അല്ലെ. അത് ജസ്റ്റ് അതിൽ വന്നിരിക്കുന്ന ആദ്യം ഉണ്ടായിരുന്ന കാര്യങ്ങളെ നമുക്ക് മാറ്റി എഴുതാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം എന്ത് ചെയ്യുന്നുണ്ട്? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നുള്ള വ്യവസ്ഥ എന്താണ്? മൗലികാവകാശങ്ങളിൽ പെട്ടതാണ്. പക്ഷെ അത് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല അല്ലെ. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇതുണ്ടായിരുന്നില്ല. അത് പിന്നീട് എന്ത് ചെയ്താണ്? കൂട്ടിച്ചേർത്താണ്. അപ്പോൾ പിന്നീട് കൂട്ടിച്ചേർക്കുന്ന ഇങ്ങനെയുള്ള ഇതിനെന്താ പറയുക? ഭരണഘടന ഭേദഗതി ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? കൂട്ടിച്ചേർത്തത്. അപ്പോൾ 2002 പാർലമെന്റ് അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസ അവകാശം ഒരു മൗലിക അവകാശമായിട്ട് മാറുന്നത്. അപ്പോൾ 2002 വരുന്നത്. നിലവിൽ വരുന്നത് എപ്പോഴായിരുന്നു? 1949 അംഗീകരിച്ചിട്ട് 50 നിലവിൽ വരുന്നത്. അപ്പോൾ ആ ടൈമിൽ എന്തുണ്ടായിരുന്നില്ല? ഈ വിദ്യാഭ്യാസ അവകാശം ഉണ്ടായിരുന്നില്ല. 2002 പാർലമെന്റിൽ എന്ത് ചെയ്യുന്നത്? ഇത് അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സ്വത്തവകാശം ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഒരു മൗലികാവകാശമായിരുന്നു. എന്നാൽ അതെന്ത് ചെയ്തു? പിന്നീട് ഒരു 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ അതെന്ത് ചെയ്തു? മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് അതെന്ത് ചെയ്തു? എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിനെ, അതായത് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നത് ആർക്കാണ് ഇതിൻ്റെ അധികാരം? പാർലമെന്റിനാണ് കേട്ടോ ഇതിൻ്റെ അധികാരം. പാർലമെന്റാണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. പക്ഷേ എന്നാൽ എത്ര ഭേദഗതി ചെയ്താലും ഭരണഘടനയുടെ ഒരു അടിസ്ഥാന തത്വങ്ങൾ എന്നൊരു ആശയമുണ്ട്. അതിലൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റം വരുത്താൻ പറ്റില്ല. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഭരണഘടന അടിസ്ഥാന തത്വങ്ങളിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പാർലമെന്റിന് മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ വായിച്ചു നോക്കിയതിന് ശേഷം ഈ താഴെ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസും കൂടി എന്ത് ചെയ്യുക? കിട്ടുമെന്നുള്ള രീതിയിൽ ഇതിൽ കുറച്ചൊക്കെ വ്യക്തികളെയും പ്രവർത്തനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻസും റിപ്പബ്ലിക് എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുക എന്ന രീതിയിലൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക? അതും കൂടി നോക്കുക. കാരണം അതൊക്കെ ആയിരിക്കും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക ചിലപ്പോൾ വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് എന്ത് ചെയ്യണം? ഫുള്ളായിട്ട് തന്നെ വായിച്ച് നോക്കണം. എന്നിട്ട് ഈ മഞ്ഞ മാർക്ക് ചെയ്ത ഭാഗങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു പൊളിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ്. നമുക്കിനി അടുത്ത ഒരു കേസ് വരുന്നത്, അടുത്ത നമുക്ക് സോഷ്യലിൽ പഠിക്കാനുള്ളത് ടോപ്പിക് എന്ന് പറയുന്നത് വ്യക്തി സമൂഹം, സോഷ്യോളജി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അടുത്തൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം.